നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ്. ചിങ്ങമാസം 13-ാം തീയതി. ഇന്ന് ദേശീയ കായിക ദിനമാണ്. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിൽ കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണം കൊണ്ടുള്ള ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ലൈംഗിക ആരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്തൽ നടപടികളിലേക്ക് കടന്നേക്കും. അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ റിനി ആൻഡ് ജോർജ്, അവന്തിക, ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴി ആദ്യഘട്ടത്തിലെടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാർ ഇന്നലെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഈ ക്രൈംബ്രാഞ്ച് മൊഴിയെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തൽ എന്ന നടപടിയിലേക്കാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രാഥമിക വിവരശേഖരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാർ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മൊഴി രേഖപ്പെടുത്തലിലേക്ക് കടന്നത്. ഏതെങ്കിലും നിലയിൽ മറ്റ് പരാതിക്കാരുണ്ടെങ്കിൽ അവർക്കും ക്രൈംബ്രാഞ്ചിനെ സമീപിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് മൊഴി രേഖപ്പെടുത്തലിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തുക ഈ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ റിനി ആൻഡ് ജോർജ്, ഹണി ഭാസ്കരൻ, അവന്തിക എന്നിവരുടേതാണ്. ഇതിൽ നിന്ന് തന്നെ ആർക്കെങ്കിലും രേഖാമൂലം പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി വാങ്ങുകയും ചെയ്യും. അപ്പോഴും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, നിലവിലാരും പരാതിക്കാരായി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ തേർഡ് പാർട്ടി പരാതി മാത്രമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത്. ഒരു പരാതിക്കാർ നേരിട്ട് പരാതി നൽകാൻ എത്തും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് അവരുടെ അടുത്ത വൃത്തങ്ങൾ പറയുകയും ചെയ്തത്. പക്ഷേ അത് ആരെന്നോ എന്തെന്നോ ഒന്നുമുള്ള ഒരു സ്ഥിരീകരണം നിലവിൽ നൽകിയിട്ടുമില്ല. മാത്രമല്ല, ഈ റിനി ആൻഡ് ജോർജ് നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇനി അഥവാ റിനി ആൻഡ് ജോർജിനെ പരാതിക്കാരിയാക്കിയാൽ തന്നെ ഇതിൽ ഈ അശ്ലീല സന്ദേശം അയച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ നിലയിൽ കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അവന്തികയുടെ വിഷയത്തിലും സമാനമായ പ്രശ്നം ക്രൈംബ്രാഞ്ച് നേരിടുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് ചില ഓഡിയോ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പുറത്തുവിടുകയും ചെയ്ത സാഹചര്യത്തിൽ അതും ഒരു കേസ് എന്ന നിലയിൽ നിൽക്കുമോ എന്ന ക്രൈംബ്രാഞ്ചിന് ആശങ്കയുണ്ട്. ഹണി ഭാസ്കരനാവട്ടെ നിലവിൽ ആ നിലയിൽ മോശം സന്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല, മറ്റുള്ളവർക്കാണ് ലഭിച്ചത് എന്ന നിലയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി മൊഴിയായാണ് അതിനെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അതിനപ്പുറത്തേക്ക് അനുഭവങ്ങൾ നേരിട്ട് പറഞ്ഞവർ, ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൻ്റെ മറുപുറത്തുള്ളവർ, ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി തുടങ്ങിയവരുടെ പരാതികൾ ശേഖരിക്കാനാണ് പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രധാനപ്പെട്ട നീക്കം. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് നടക്കുന്നത്. ഇവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ആരെങ്കിലും പരാതിക്കാരികൾ, നിലവിലുള്ള ഇരകളിൽ ആരെങ്കിലും ഔദ്യോഗികമായി പരാതി നൽകുമോ എന്നുള്ളത് മാത്രമാണ് നിലവിൽ നോക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിനായി ഒരു വലിയ ടീമിനെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 2 ദിവസത്തിനകം തന്നെ ആ മുഴുവൻ ടീമിനെയും പ്രഖ്യാപിക്കും. അതിനുശേഷം വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണക്ക് കൂട്ടുന്നത്. ഉന്മേഷ്, സ്മിത. യെസ്, സലീം മാലിക്കാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയായേക്കും. രാഹുലിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിനെയും ഷാഫി പറമ്പിലിനെയും വിമർശിക്കുന്നതിലാണ് പാർട്ടി ശ്രദ്ധ വയ്ക്കുന്നത്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചേക്കും. ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞ സംഭവം തിരിച്ചടിച്ചെന്ന് ചില നേതാക്കൾക്കെങ്കിലും അഭിപ്രായമുണ്ട്. ഇതും യോഗത്തിൽ ചർച്ചയാകും. താമരശ്ശേരി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിച്ചതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം തുടരും. മഴ കുറയുന്ന സമയത്ത് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാനാണ് തീരുമാനം. മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് വാഹന ഗതാഗതം അനുവദിക്കില്ല. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ ചുരംപാതയിൽ ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണോ നിഗമനം? ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനാണ് ആലോചന? ഈ ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തീരുമാനം എന്താണ് സുർജിത്ത്?
ഇന്നലെ ശക്തമായ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രിയിലും പെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു പുലർച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മഴ പെയ്താൽ വീണ്ടും ചുരം ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഒരു നിഗമനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ അടിയന്തര യോഗം ചേർന്നിരുന്നു. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. ഇതിൽ കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാരും KSDMA മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥിതിഗതികളെല്ലാം തന്നെ വിശദമായി വിലയിരുത്തിയിട്ടുണ്ട്. ചുരത്തിലെ യാത്രയ്ക്ക് കർശനമായ നിയന്ത്രണം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 80 അടി ഉയരത്തിൽ നിന്നാണ് ബ്ലോക്കായിട്ടാണ് ഇത് പൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അതായത് മഴ മാറിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന സാധ്യമാകുകയുള്ളൂ. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കയറ്റിവിടുന്നത് സുരക്ഷിതമല്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ കയറ്റിവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രാത്രി മഴയില്ലാത്ത സമയത്ത് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. മഴ ശക്തമായാൽ ഗതാഗതം പൂർണ്ണമായും തടയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാരവാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. എന്തായാലും നിലവിൽ ഇപ്പോൾ മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങളെല്ലാം തന്നെ വിടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർന്നത്. കണ്ണൂർ അലവിലിൽ മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരി പുത്രിയുടെ മരണം കൊലപാതകം എന്ന നിഗമനം. ഭർത്താവ് പ്രേമരാജൻ AK ശ്രീലേഖയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി എന്നുള്ള ആ നിഗമനം അത് ശക്തമാകുന്ന രീതിയിലാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? സ്മിത സൂചിപ്പിച്ച പോലെ ഇന്നലെ വൈകിട്ടാണ് അലവിൽ സ്വദേശികളായിട്ടുള്ള ഈ ദമ്പതികളെ വീട്ടിലെ കിടപ്പുമുറിയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഡ്രൈവർ വീട്ടിലെത്തിയ ഘട്ടത്തിൽ അത് വീട് പൂട്ടിയിട്ട നിലയിൽ കണ്ടു. അങ്ങനെ വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ച് തുറക്കാത്തത് തുടർന്നാണ് നാട്ടുകാരെ ഉൾപ്പെടെ സഹായത്തോടെ വീട് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പോലീസ് എത്തി പ്രാഥമികമായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ മരിച്ച ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗത്ത് കാര്യമായ ഒരു മുറിവ് കണ്ടെത്തി. അതിൽ ചോര വാർന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആ മുറിയിൽ നിന്ന് തന്നെ ഒരു ചുറ്റികയും പോലീസ് കണ്ടെടുത്തു. അതിൽ ഈ ചോരയുടെ അംശം ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എന്തായാലും എത്തിയിട്ടുള്ളത്. ഈ ശ്രീലേഖയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് ഇരുവരും തീ കൊളുത്തി മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കൂടുതൽ അന്വേഷണം അതിൽ നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചാൽ അതിലൊരു കൃത്യമായ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പറയുന്നത് ഇത്തരത്തിൽ തലക്കടിച്ച് വീഴ്ത്തി തീ കൊളുത്തി ശേഷമാണ് സ്വയം ഈ പ്രേമരാജും ആത്മഹത്യ ചെയ്തത്. എന്താണ് ഇതിന് കാരണം എന്നതിനെ സംബന്ധിച്ച് പോലീസിന് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. മറ്റു ബന്ധുക്കൾക്കും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള വിവരവും ഇല്ല. ഇന്നലെ തന്നെ ഇവരുടെ ഒരു മകൻ ബഹറിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നതും ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ മരിച്ച ശ്രീലേഖ മന്ത്രി AK ശശീന്ദ്രന്റെ മരുമകൾ കൂടിയാണ്, സഹോദരിയുടെ മകൾ കൂടിയാണ് എന്ന വിവരം കൂടി എന്തായാലും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് വളപട്ടണം പോലീസ് കടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇത് കൊലപാതകമാണ്. ഭർത്താവ് തലക്കടിച്ച് വീഴ്ത്തി തീ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജും സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിൽ എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രാഥമികമായി മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അരുൺ? ഈ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അരുൺ? ഉന്മേഷ്, അത്തരം വിവരങ്ങൾ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അതിൽ ഒരു വ്യക്തത എന്തായാലും ഉണ്ടായിട്ടില്ല.
പോലീസ് ആ കാര്യങ്ങൾ ഇന്നലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളുടെയൊക്കെ ആ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മകൻ രാത്രി വൈകിയാണ് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മകന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ബന്ധുക്കൾക്ക് ആർക്കും അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്ന വിവരങ്ങൾ പോലീസിന് നിലവിൽ കൈമാറിയിട്ടില്ല. ഇവർ തമ്മിൽ തന്നെയുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. മറ്റടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയാത്ത മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതും പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട്. ഇവർ ഒരു വ്യവസായ കുടുംബം കൂടിയാണ്. ഇവരുടെ മറ്റ് ബന്ധുക്കളെല്ലാം കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഉടമകളും അത്തരത്തിലൊരു വ്യവസായ കുടുംബം കൂടിയാണ്. എന്തായാലും മറ്റാരുടെയെങ്കിലും പുറത്താരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടിന്റെ അത്തരം വീട് അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്താരുടെയും സാന്നിധ്യം ഈ സംഭവത്തിൽ കൃത്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാകാം എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ പ്രേമരാജിന് 79 വയസ്സും ഈ മരിച്ച ശ്രീലേഖയ്ക്ക് 68 വയസ്സുമാണ്. അപ്പോൾ ഇത്ര പ്രായമായി എന്തായിരിക്കും ഈ ഇത്രയും ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആയിരിക്കാം ഈ ഇത്തരം കൃത്യത്തിലേക്ക് പ്രേമരാജിനെ നയിച്ചത് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇങ്ങനെയൊരു ദുരന്തത്തിന് കാരണം എന്താണ്, ഇതെല്ലാം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരും. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ വ്യാപക വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് രാവിലെ. ഈ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സലിം? ഉന്മേഷ്, ഇന്നലത്തേതിന് സമാനമായ നിലയിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യത കൽപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിലും പ്രവചിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം അതായത് 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷാവസ്ഥ പ്രകാരം തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനിടയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ തെക്കൻ മേഖലയിലുള്ള തെക്കൻ കേരളത്തിലുള്ള 5 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിനും ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ മഴയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അത് ആ ന്യൂനമർദ്ദം ഏത് നിലയിൽ നീങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ പെയ്യുന്ന മഴയും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. നിലവിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 31 വരെ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം ഈ തീരദേശവാസികൾക്കും അണക്കെട്ടിന്റെ പരിസരത്തും താമസിക്കുന്നവർക്കൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി കഴിഞ്ഞ് അതായത് നാളെ കഴിഞ്ഞാൽ മഴ കുറയാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അത് ഈ ന്യൂനമർദ്ദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും. മഴ ഏത് നിലയിൽ കുറയും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴക്കെടുതിയിൽ വലയുകയാണ് ഉത്തരേന്ത്യ. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ 12 ദിവസത്തിനിടെ മണ്ണിടിച്ചിലിലും മഴക്കെടുതിയിലുമായി 138 പേരാണ് മരിച്ചത്. നിരവധി വീടുകൾക്കും പാലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മഴക്കെടുതി ബാധിച്ച പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിനീത VG ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ജമ്മുകശ്മീരിലെ നിലവിലെ സ്ഥിതി എന്താണ്? മഴക്കെടുതി രൂക്ഷമാണല്ലോ സംസ്ഥാനത്ത്. ഉത്തരേന്ത്യയിൽ പൊതുവിൽ ഇപ്പോൾ കനത്ത മഴ തന്നെയാണോ വിനീത?
വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് സ്മിത. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒരുപക്ഷെ ജമ്മു കാശ്മീരിലേക്കൊക്കെ വരുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്രയധികം ശക്തമായിട്ടുള്ള മഴ ജമ്മു കാശ്മീരിൽ ലഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. അത്രത്തോളം അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്ത്ത്, ഒരു ദുരിത പെയ്ത്ത് തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകമാനം ബാധിച്ചിരിക്കുന്നത്. ഈ കണക്കുകൾ പുറത്തുവരുമ്പോൾ കഴിഞ്ഞ 12 ദിവസത്തിനിടെ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലുമായി ഈ ജമ്മു കാശ്മീരിൽ 138 പേരാണ് മരിച്ചത്. ഈ താഴ്ന്ന മേഖലകളിൽ അനന്താഗ്, ദോഡ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെല്ലാം പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ്. ഒരു വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം തന്നെയാണ് ഈ മേഖലകളിലൊക്കെ ഉള്ളത്. നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 36ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഇതിനോടകം പുറത്തുവരുന്ന കണക്കുകൾ. നിരവധി ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിനായി പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് ജമ്മു കാശ്മീരിലെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നും അവധി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിലും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് തുടരുന്നത്. പഞ്ചാബിലെ 8 ജില്ലകളെ ഈ വെള്ളപ്പൊക്കം ബാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ 3 ദിവസമായി പഞ്ചാബിലും തുടരുകയാണ്. അവിടെ ഈ വ്യോമസേനയുടെയൊക്കെ നേതൃത്വത്തിലും ആർമിയുടെയൊക്കെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ വെള്ളം കയറിയ മേഖലകളിൽ നിന്നായി ഈ ഹെലികോപ്റ്ററുകൾ എത്തിച്ച് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ആർമി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ 27 പേരെയാണ് സമാനമായിട്ടുള്ള ഈ പ്രളയ കെടുതി ബാധിച്ച മേഖലകളിൽ നിന്നൊക്കെ അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. നദികൾ കരകവിഞ്ഞൊഴുകുന്നതാണ് ഈ സമീപ മേഖലകളിലേക്കൊക്കെ വെള്ളം കയറാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മേഖലകളിലുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകളൊക്കെ ഈ മേഖലകളിൽ, ഹിമാചൽ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നും വിവിധ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി, മകൻ സുന്ദര എന്നിവരാണ് മംഗലാപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അമിത വേഗത്തിലെത്തിയ കർണാടക RTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോയിൽ ഇടിക്കുകയും ബസ് കാത്തുനിൽക്കുകയായിരുന്ന 2 പേരെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന 6 കർണാടക സ്വദേശികളാണ് മരിച്ചത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് ഖബറടക്കി. 2017 ഉപ്പള നയാ ബസാറിലുണ്ടായ വാഹനാപകടത്തിൽ ഇതേ കുടുംബത്തിലെ 7 പേർ മരിച്ചിരുന്നു. അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 19 വയസ്സുകാരി ആയിഷ ഫിദയാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ഒരാൾ. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തി ബസ് ഡ്രൈവർ നിജലിംഗപ്പയെ ഇന്നലെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ്. CPIM വിമത അംഗം കലാരാജുവാണ് UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറിനെയാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 5-ന് UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായത്. കഴിഞ്ഞ ജനുവരിയിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെ കൗൺസിലർ കലാരാജുവിനെ CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയത് വിവാദമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണിത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ 1ലധികം മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച. ഇപ്പോൾ വരുന്ന വാർത്ത, മോദി അല്പസമയത്ത് മുൻപ് ജപ്പാനിലെത്തി എന്നുള്ളതാണ്. നിർണായക ചർച്ചകൾ ജപ്പാനിൽ നടക്കും. ഉഭയകക്ഷി ചർച്ചകൾ നിർണായകമാണ്. വ്യാപാര കരാറുകളിൽ പ്രത്യേകിച്ചും ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മോദി ഇപ്പോൾ ജപ്പാനിൽ എത്തിക്കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുക്കും. രാവിലെ 8 മണിക്ക് വെസ്റ്റ് ചമ്പാരനിൽ നിന്നാണ് യാത്ര തുടങ്ങുക. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായ പൊതുസമ്മേളനത്തിലും കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മഹാദേവ്പുര മണ്ഡലത്തിൽ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ അന്വേഷണത്തിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിരുന്നു.
വിവാദങ്ങൾക്കിടെ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോലി ഇന്ന് സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കൊളീജിയം അംഗം ജസ്റ്റിസ് BV നാഗരത്നയുടെ എതിർപ്പ് മറികടന്നാണ് ജസ്റ്റിസ് പഞ്ചോലിയെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്തിയത്. ബോംബെ ഹൈക്കോടതി ജഡ്ജി അലോക് ആരാധ്യയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പശ്ചിമബംഗാൾ സ്വദേശിയായ 19-കാരനെ ബംഗ്ലാദേശി പൗരനെന്ന് സംശയിച്ച് നാടുകടത്തിയ സംഭവത്തിൽ കേന്ദ്രത്തോട് റിപ്പോർട്ട് തേടി കൊൽക്കത്ത ഹൈക്കോടതി. നാടുകടത്തപ്പെട്ട അമീർ ഷെയ്ഖിന്റെ പിതാവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നടപടി. നാഷണൽ ഹെറാൾഡ് കേസിൽ BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന ആരോപണവുമായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കേസിൽ കോൺഗ്രസിലെ ഒരു വലിയ നേതാവിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. വോട്ടർ അധികാർ യാത്രയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ അധിക്ഷേപ പ്രസംഗം നടത്തുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷ നേതാക്കളുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനേറ്റ കളങ്കമെന്നും അമിത്ഷാ. തമിഴ്നാട് ശിവഗംഗയിൽ കാളയോട്ട മത്സരത്തിനിടെ വയോധികയ്ക്ക് പരിക്ക്. മത്സരം നടന്നത് അനുവാദമില്ലാതെയെന്നും അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ്. കർണാടകയിൽ 9ാം ക്ലാസ്സുകാരി ശുചിമുറിയിൽ പ്രസവിച്ചു. പെൺകുട്ടിയെയും നവജാത ശിശുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഓളപ്പറപ്പിലെ വേഗപ്പൂര് നാളെ. വള്ളംകളി കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരെ സ്വീകരിക്കാൻ ഒരുങ്ങി ആലപ്പുഴ. മുൻവർഷത്തെക്കാളും മികച്ചതാകും ഈ വർഷത്തെ വള്ളംകളി എന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. ആലപ്പുഴക്കാർക്ക് പറയാനുള്ളത് കേൾക്കാം. പുന്നമടയുടെ ഓളപ്പരപ്പിൽ ആവേശം അലതല്ലിയടിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. അവസാനവട്ട ഒരുക്കങ്ങളാണ് ബോട്ട് ക്ലബ്ബുകളും ടൂറിസം വകുപ്പുമെല്ലാം. അത്യധികം അഭിമാനത്തോടുകൂടി വരുന്നവരെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആലപ്പുഴക്കാർ. വീറും വാശി നിറഞ്ഞ ഓളപ്പരപ്പിലെ മത്സരം കളറാക്കുകയാണ് ആലപ്പുഴ. നല്ല എന്താണ് എല്ലാ വർഷവും നല്ല എന്താണ് എല്ലാ ഇതും ലോകായ ലോകം ഈ 14 ജില്ലയിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ വള്ളംകളിക്ക് വേണ്ടി വരും. ഞങ്ങൾക്കതൊരു എന്ത് പറയാനോ ഒരു വല്ലാത്ത ഒരു എന്താണ് തകർക്കും. പിന്നെ തകർക്കാരും കാര്യമില്ല, തീർച്ചയായിട്ടും തകർത്തിരിക്കും. അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതിയാണ് ഒരു വശത്ത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കാണ് മറുവശത്ത്. വള്ളംകളി ആവേശം കണ്ണിമ ചിമ്മാതെ എത്തിക്കാൻ ഒരുക്കങ്ങളുമായി മാധ്യമ സംഘവും. ഏത് പ്രതിസന്ധിയിലും വള്ളംകളിക്കായി സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമെന്ന ആലപ്പുഴ. അങ്ങനെ ആവേശ പ്രതികരണങ്ങൾ പലവിധം. പിന്നെ പൊളിമൂടല്ലേ, മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ജലോത്സവത്തിൽ ഏറ്റവും നല്ലൊരു ഗ്രാൻഡ് പരിപാടിയായിരിക്കും. വള്ളംകളി നല്ല ഉഷാറായിട്ടല്ലേ നടക്കുന്നത്. അടിപൊളിയായിരിക്കും ഇത്തവണത്തെ വള്ളംകളി. വള്ളംകളി ഓണം കൂടെ ഒന്നിച്ചു വരുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്, സന്തോഷത്തിലാണ്. ഞങ്ങൾ ആലപ്പുഴക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ത്രില്ലാണത്. ഈ വർഷത്തെ വള്ളംകളി നല്ല പ്രതീക്ഷ ഉണ്ട്. വള്ളംകളി മുൻപുള്ള വർഷത്തെക്കാട്ടിലും അടിപൊളിയാകും ഇത്തവണത്തെ വള്ളംകളി. കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്നുള്ള ആശങ്ക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആലപ്പുഴക്കാർ പറയുന്നുണ്ട്. എങ്കിലും ഏത് മൂടെന്ന് ചോദിക്കുമ്പോൾ വള്ളംകളി മൂടെന്ന് ഒരുമിച്ച് പറയുകയാണ്. എന്താകുമെന്ന് കാത്തിരുന്നു കാണാം. പുന്നമടയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം YS അഭിനന്ദ്, 24. വിശദമായ വാർത്തകളിലേക്ക് വീണ്ടും. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ വിധി ഇന്ന്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കുടുംബം ഹർജി നൽകിയത്. എന്നാൽ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഹർജിയിൽ കോടതി ഇരു വിഭാഗങ്ങളുടെയും വിശദമായ വാദം കേട്ടിരുന്നു. തുടരന്വേഷണ ഹർജി തള്ളിയാൽ കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റി വിചാരണ ആരംഭിക്കും.
കോഴിക്കോട് എലത്തൂർ വിജിൽ നരഹത്യാ കേസിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന ഇന്നും തുടരും. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ അതീവ ദുഷ്കരമാണ് പരിശോധന. വിജിലിനെ കല്ലുവെച്ച് താഴ്ത്തിയെന്ന് പറയുന്ന ചതുപ്പിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാനുള്ള റോഡിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. മഴയായതിനാൽ പ്രദേശത്ത് വെള്ളക്കെട്ടുമുണ്ട്. വെള്ളം വറ്റിച്ച ശേഷം മാത്രമേ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയൂ. അതേസമയം 2 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയും. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇനി ലോകവാർത്തകളിലേക്കാണ്. വാർത്താലോകം. ഖത്തറിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള സമയപരിധി അടുത്ത 30 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി ട്രാഫിക് വിഭാഗം അറിയിച്ചു. നേരത്തെ അനുവദിച്ച 30 ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് അടുത്ത 30 ദിവസത്തേക്ക് കൂടി സാവകാശം അനുവദിച്ചത്. ദോഹയിൽ നിന്ന് അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം ഇക്കഴിഞ്ഞ ജൂലൈ 27-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം രാജ്യത്തെ എല്ലാ വാഹന ഉടമകളും അവരുടെ വാഹന രജിസ്ട്രേഷൻ 30 ദിവസത്തിനകം പൂർത്തിയാക്കണം എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ 30 ദിവസത്തിനകം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വാഹന രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്തവർക്ക് അടുത്ത ഒരു 30 ദിവസം കൂടിയാണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 28-ന് ആരംഭിച്ച് അടുത്ത 30 ദിവസത്തിനുള്ളിൽ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഈ സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് പിഴശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇനി നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. യുക്രൈൻ തലസ്ഥാന നഗരമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 2 കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെട്ടു, 48 പേർക്ക് പരിക്ക്. ഇസ്രായേൽ ബന്ധത്തിനെതിരെ കമ്പനി പ്രസിഡന്റിന്റെ ഓഫീസിൽ സമരം ചെയ്ത 2 ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിട്ടു. നടപടി അന്ന ഹാറ്റിൽ, റിക്കി ഫമേലി എന്നിവർക്കെതിരെ. അമേരിക്കയിൽ പലസ്തീന് പിന്തുണ കൂടുന്നതായി സർവേ ഫലം. ക്യുനിപിയാക് സർവകലാശാല നടത്തിയ സർവേയിൽ 10-ൽ 6 പേരും അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിനെ എതിർക്കുന്നു. 5 പതിറ്റാണ്ട് മുൻപ് അധിനിവേശ സമയത്ത് ഗ്രീൻലാൻഡിൽ നടത്തിയ നിർബന്ധിത വന്ധ്യീകരണത്തിൽ മാപ്പ് പറഞ്ഞ ഡെൻമാർക്ക്. ഡാനിഷ് ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കടുത്ത അനീതിയെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ആദ്യമായി രാജ്യ തലസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേർന്ന് സുഡാൻ സർക്കാർ. പോർട്ട് സുഡാനിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങൾ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ സൂചനയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ഇപ്പോൾ ഒരു അപകട വാർത്ത വരുന്നുണ്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ബസ് മറിഞ്ഞ് ഒരു അപകടമുണ്ടായിട്ടുണ്ട്. അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. 10ഓളം പേർക്ക് പരിക്ക് എന്നുള്ള വാർത്ത അമൽ സുരേന്ദ്രൻ അറിയിക്കുന്നുണ്ട്. തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു അപകടത്തെ തുടർന്ന് എന്നുകൂടി ഇപ്പോൾ അമൽ അറിയിക്കുന്നുണ്ട്. തൃശൂരിൽ നിന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. GST പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം സംബന്ധിച്ച് ആശങ്ക കൂടിക്കാഴ്ചയിൽ അറിയിക്കും. കർണാടക ഭവനിൽ 10:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ ആദ്യവാരം നടക്കുന്ന GST കൗൺസിൽ യോഗത്തിന് മുന്നോടിയായിട്ടാണ് കൂടിക്കാഴ്ച. GST വരുമാനം കുറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും ഗൗരവമായി ബാധിക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ബസ് മറിഞ്ഞ അപകടം 17 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് പുറ്റക്കരയിലാണ് ഇന്ന് പുലർച്ചെ 5:30 ബസ് മറിഞ്ഞത്. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ അമൽ. ഉന്മേഷ്, ഇന്ന് രാവിലെ 5:30 ഈ ഒരു അപകടം കൈപ്പറമ്പ് പുറ്റേക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ ഉണ്ടായത്. ഈ ഒരു തൃശ്ശൂരിലെ ഈ ഒരു പ്രധാനപ്പെട്ട റോഡായ തൃശ്ശൂർ കുന്നംകുളം ബൈപ്പാസ് ഇപ്പോൾ ഏതായാലും ഈ ഒരു അപകടത്തെ തുടർന്ന് അവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടായത്. ഏതായാലും അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. പരിക്കേറ്റ 17 പേരെ ഇപ്പോൾ ഏതായാലും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അപകട
അപകടത്തിന്റെ കാരണം എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ, ബസിന്റെ ഏതെങ്കിലും തകരാറാണോ, റോഡിൽ നമുക്കറിയാം ഇന്നലെയൊക്കെ മഴയുടെ ഒരു സാധ്യതയെല്ലാം തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ മഴ ഉണ്ടായതാണോ, അപ്പൊ എന്താണ് ഈ റോഡിന്റെ ഈ ഒരു അപകടത്തിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന വിവരം ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അപകടം പറ്റിയവരിൽ ആരുടെയും നില ഗുരുതരം അല്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും 17 പേർക്ക് പക്ഷെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ നാട്ടുകാരും പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബസ്സിനെ റോഡിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. അവിടെ വലിയൊരു ട്രാഫിക് കുരുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുറേയധികം ആളുകൾ ഈ ഒരു കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ബസ് മാറ്റാൻ സമയമെടുത്താൽ വലിയൊരു കുരുക്കിലേക്ക് അത് പോകും. അതിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ ബസ്സിനെ വഴിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇനിയൊരു റിപ്പോർട്ടിലേക്കാണ്. ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി കലോത്സവം സംഘടിപ്പിച്ച് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്. തിരുവാതിര, മാപ്പിളപ്പാട്ട്, കൈകൊട്ടിക്കളി എന്നിങ്ങനെ വ്യത്യസ്തമായ മത്സരങ്ങളുണ്ടായി. ഹരിതോത്സവം 2025 വിശേഷങ്ങളിലേക്കാണ് ഇനി. നമ്പർ 1, 4, 6. നേരം ഇരുട്ടി തനിച്ചിരുന്നൊറ്റയ്ക്ക് പാടുന്ന പെൺകിളിയേ, നമ്മുടെ വീഥികൾ ശുചിയായി സൂക്ഷിക്കുന്ന കൈകൾ, ആ കൈകളാണ് കലയുടെ ചുവടുകളും താളങ്ങളും തീർത്തത്. തിരുവാതിരയുടെ നൃത്തഭംഗി, മാപ്പിളപ്പാട്ടിന്റെ സംഗീത മാധുര്യം, കൈക്കുട്ടിക്കളിയുടെ ഉല്ലാസം എല്ലാം ഒന്നായി ചേർന്നതായിരുന്നു ഹരിതോത്സവത്തിന്റെ വേദി. യഥാർത്ഥത്തിൽ കേരളം ഇന്ന് നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന. ഏകദേശം ഒരു ദിവസം തന്നെ 10-12 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അവർക്കൊന്നും ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു കൂടിച്ചേരലും ഒക്കെ ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ കൊല്ലത്തെ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ പലരും വേദിയിൽ കയറിയത് സ്കൂളിൽ വെച്ചായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ 6 പഞ്ചായത്തിൽ നിന്നുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ജില്ലാ സംസ്ഥാന തലങ്ങളിലും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇങ്ങനെ മത്സരം സംഘടിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. 24 തിരൂർ. പോരാട്ട ജീവിതങ്ങളുടെ കഥയുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണന്റെ ഫോട്ടോ പ്രദർശനം. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളും കർഷകരും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗവും ഈ ഫോട്ടോകളിലുണ്ട്. യാത്രക്കിടെ, പോരാട്ടങ്ങൾക്കിടെ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ജീവിതങ്ങളാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനത്തിലുള്ളത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണന്റെ ആദ്യ ഫോട്ടോ പ്രദർശനമാണിത്. കുട്ടിക്കാലത്ത് അമ്മാവനാണ് ക്യാമറ സമ്മാനിച്ചത്. യാത്രകളിലൊക്കെയും ഒരു ക്യാമറ കൂട്ടുണ്ടാകും. യാത്രകൾക്കിടയിൽ എടുത്ത ഫോട്ടോകളുടെ ആദ്യത്തെ എക്സിബിഷനാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുന്നത്. ഓഫ് ലാൻഡ്, ലൈഫ്സ് ആൻഡ് ലോർസ്. നാടിനെ പറ്റിയും ജീവിതങ്ങളെ പറ്റിയും സമരങ്ങളുടെ കഥകളെ പറ്റിയും എന്നാണ് അതിൻ്റെ ഒരു റഫ് ട്രാൻസ്ലേഷൻ. പ്രകൃതിയും പക്ഷിയും നിർമ്മിതികളും അങ്ങനെ 60 ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചത്. മുതിർന്ന CPIM നേതാവ് ബൃന്ദ കാരാട്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം CK വിനീത് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഓണാഘോഷത്തിന് നിറം പകരാൻ 24 ഫ്ലവേഴ്സ് ഓണരഥം അങ്ങനെ യാത്ര തുടരുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പര്യടനം. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടുമാണ് ഓണരഥം എത്തുക. ഇന്നലെ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വർണ്ണാഭമായ സ്വീകരണത്തിന് ശേഷമാണ് ഓണരഥം പാലക്കാട്ടേക്ക് കടക്കുന്നത്. ഓണാഘോഷത്തിലേക്ക് നാടിനെ ആനയിച്ചാണ് ഫ്ലവേഴ്സ് ഓണരഥത്തിന്റെ സഞ്ചാരം. പരപ്പനങ്ങാടിയിൽ PET കൂട്ടായ്മ സംഘടിപ്പിച്ച പരപ്പനാട് ഉത്സവത്തിലേക്ക് ഓണരഥം കൂടെ ചേർന്നപ്പോൾ
നാടിൻ്റെ ഉത്സവമായി മാറി. ആഘോഷം പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ നമ്മുടെ ഓണം നല്ല രീതിയിൽ നമ്മൾ പരപ്പനങ്ങാടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഫ്ലവേഴ്സ് കൂടി ചേരുന്നതുകൂടി ഒരു കളർഫുൾ ഒരു വൈബ് ഓണമായി നമുക്ക് മാറിയിട്ടുണ്ട്. PET ചെയർമാൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി ആശംസകൾ നേർന്നു. ഫ്ലവേഴ്സ് TVയെ ഒരുപാട് ഞങ്ങൾ ഈ പരപ്പനങ്ങാടിയെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേരുകയാണ്. ഓണരഥം ഇന്ന് രാവിലെ 10 മണിക്ക് പാലക്കാട് മണ്ണാർക്കാട് LP സ്കൂളിലും വൈകിട്ട് 5-ന് ഒറ്റപ്പാലം അമ്പലപ്പാറ ജംഗ്ഷനിലുമെത്തും. 24 തിരൂർ. CBSE 10-12 ബോർഡ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. 10ാം ക്ലാസ്സിൽ ഇക്കുറി മുതൽ രണ്ട് ബോർഡ് പരീക്ഷയുണ്ട്. ഇതിൽ ആദ്യത്തിലേക്കാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. വിശദാംശങ്ങൾക്ക് www.cbse.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി ഇന്ന് അടയ്ക്കും. സെപ്റ്റംബർ 8-ന് വീണ്ടും ക്ലാസുകൾ തുടങ്ങും. തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്കാണ്. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ നടക്കുക ഈ മാസം 30-ന്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് വെള്ളിയാഴ്ച രാവിലെ 10-ന് കുട്ടനാട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കും. 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള കുട്ടനാട് താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണിത്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വിനിത VG ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ, ഇന്ന് ഏതെല്ലാം ചർച്ചകൾ ഉണ്ടാകും, യോഗങ്ങൾ ഉണ്ടാകും? സ്മിത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നു. ജപ്പാനിലെ ടോക്കിയോയിലെത്തി അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ജപ്പാൻ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ തനതായ കലാരൂപങ്ങളടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് അത്തരത്തിലേക്കൊരു വലിയ ഒരു സ്വീകരണം തന്നെയാണ് ജപ്പാൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ഈ ബന്ധം ദൃഢമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. വാണിജ്യം, ഒപ്പം സാമ്പത്തികം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അത്തരത്തിലേക്കുള്ള ചർച്ചകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനമെന്ന് പറയുന്നത് ഈ ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധത്തിനിടയിലാണ് ഇത്തരം സന്ദർശനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഈ താരിഫ് യുദ്ധത്തിനിടയിലാണ് ജപ്പാനും ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ചേർന്നുകൊണ്ട് മറ്റൊരു ശാക്തിക ചേരി രൂപീകരിക്കുന്നത്. ഇതിന്റെ ഇത്തരത്തിലേക്കുള്ള സന്ദർശനങ്ങളൊക്കെ തന്നെ നിർണായകമാകുമെന്നുള്ളത് തന്നെയാണ് വിദഗ്ധരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ എത്തിയിരിക്കുന്നത്. ജപ്പാനിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനം അല്പസമയത്തിനകം തന്നെ തുടരും. അദ്ദേഹം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച സന്ദർശനം നടത്തും. ഒപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയ്ക്കൊപ്പം അദ്ദേഹം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഇഷിബയുമായി ചേർന്നുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വാർഷിക ഉച്ചകോടിയാണ് ഇത്. എങ്കിലും അദ്ദേഹം നടത്തുന്ന 8ാമത്തെ ജപ്പാൻ സന്ദർശനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നിലവിലെ ഈ താരിഫ് യുദ്ധത്തിനിടയിൽ ഈ കൂടിക്കാഴ്ച നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്കും നിർണായകമായിട്ടുള്ള ചില ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കും ഒക്കെ തന്നെ നിർണായകമായേക്കും. സ്മിത, ഇപ്പോൾ വിനീത, ഈ താരിഫ് യുദ്ധമുണ്ടല്ലോ, അമേരിക്ക പ്രഖ്യാപിച്ച അധിക തീരുവ, അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ. അപ്പോൾ ഈ കയറ്റുമതി പരമാവധി മറ്റു രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഇന്ത്യ തേടുന്നതായി റിപ്പോർട്ടുകളൊക്കെ വന്നതാണല്ലോ. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ചർച്ചകളും കരാറുകളും പ്രതീക്ഷിക്കാമോ? ഉറപ്പായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ
50% പിഴ തിരുവേലക്കടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് അമേരിക്ക പോകുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് ഈ മൊത്ത സാധനങ്ങളിൽ ഏതാണ്ട് 66% സാധനങ്ങളെ ഈ അധിക തീരുവ ബാധിച്ചേക്കും. അത് ഈ സെപ്റ്റംബർ 16 ഉള്ളിൽ ഇപ്പോൾ കയറ്റുമതി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ആ സാധനങ്ങൾക്കും ഈ തീരുവ ബാധിക്കും. അത് ഈ 50% തീരുവ എന്ന് നമ്മൾ പറയുമ്പോഴും നേരത്തെ തന്നെ ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നേരത്തെ 9% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഈ 50. അങ്ങനെ അത് 59%ലേക്കൊക്കെ തന്നെ മാറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഈ വിവിധ മേഖലകളിൽ അത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് മേഖല, ഒപ്പം തന്നെ ആഭരണ മേഖല, ഈ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ അത് വലിയ ഒരു ആഘാതം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്ന തരത്തിൽ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത് ഇത്തരം സന്ദർശനങ്ങളിലൂടെ ഇപ്പോൾ ജപ്പാൻ, ചൈന സന്ദർശനങ്ങളിലൂടെ ജപ്പാനിലും ചൈനയിലും ഒക്കെ വലിയ വിപണി ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ആ മേഖലകളിൽ കൂടുതൽ കയറ്റുമതികൾ നമ്മൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്തരത്തിലേക്കുള്ള കൂടുതൽ വിപണന സാധ്യതകൾ തേടുകയുമാണ് എങ്കിൽ ഇപ്പോൾ നിലവിൽ നേരിടുന്ന ഈ അമേരിക്കയുമായിട്ടുള്ള ഒരു തിരിച്ചടി അത് നമുക്ക് ആ മേഖലകളിലൂടെ അത് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ മേഖലയിൽ അടക്കമുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഈ വ്യാപാര തീരുവ പ്രശ്നങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുമായുള്ള വാണിജ്യബന്ധം അത് കൂടുതൽ ദൃഢമാക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാന്റെ നിക്ഷേപങ്ങൾ, ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് അത് ഇരട്ടിയാക്കാനുള്ള ഒരു തീരുമാനം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലൊരു ചർച്ച കൂടെ വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും ചില തീരുമാനങ്ങൾ, ചില ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുക, അതെല്ലാം നടക്കും എന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആഗോള സമൂഹം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ഇന്നലെ വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ അത്രത്തോളം താല്പര്യമുണ്ട്, അത്രത്തോളം ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച, ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ശാക്തിക ചേരി, ജപ്പാൻ, ചൈന, റഷ്യ, ഇന്ത്യ എന്നിങ്ങനെ ഒരു ശാക്തിക ചേരി അടക്കം രൂപപ്പെടുന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ തന്നെയാണ് ആ കൂടിക്കാഴ്ചയും സന്ദർശനത്തെയും ഒക്കെ തന്നെ വിദഗ്ധർ, വിദേശകാര്യ വിദഗ്ധരൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വാണിജ്യ മേഖലയിൽ മാത്രമല്ല വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചേക്കും. സ്മിത. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു.